ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ പെട്ടെന്ന് അവരിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്രയും കാലം ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം കിട്ടാതിരുന്ന ഒരു സ്നേഹം, ഒരു കരുതൽ എല്ലാം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കടന്നു പോയ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെ ഈ വ്യക്തി കൈപിടിച്ചുയർത്തി നിങ്ങൾക്കൊരു നല്ല ഒരു സ്ഥാനം, നിങ്ങൾക്കിരിക്കാനുള്ള ഒരു അവസരം ആ വ്യക്തി ഉണ്ടാക്കി തന്നതെന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ എല്ലാ കഴിവിനെയും പുറത്തെടുത്ത് നിങ്ങളുമായിട്ട് ആത്മാർത്ഥമായി അവർ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്ന് പറയുന്നു. നിങ്ങളിവിടെ അവരെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. അവർക്ക് നിങ്ങളെ ഒരിക്കലും ചതിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല, അവരെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം നിങ്ങൾ നിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ നല്ല രീതിയിൽ ഓർമ്മപ്പെടുത്തുമായിരുന്നു. നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാകട്ടെ, എന്ത് കാര്യവും അവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. നിങ്ങൾ മറന്നു പോയാലും, ഇപ്പോൾ ദിവസങ്ങളാവട്ടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്ത് കാര്യവും അവരാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരാറ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരെ ഉൾപ്പെടുത്താത്ത ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഏത് കാര്യവും പ്ലാൻ ചെയ്യുന്നത്. എല്ലാം തന്നെ നല്ലൊരു തുണയായി നിന്നൊരു വ്യക്തിയെന്ന് തന്നെ പറയാം. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് അവർക്ക് അത്രയും സ്നേഹമുണ്ടായിരുന്നു. ആദ്യം ഒരുപാട് സ്നേഹമൊക്കെ അവർ കാണിച്ചിരുന്നു. നിങ്ങളോട് അത്രയും നല്ല രീതിയിലുള്ളൊരു ആത്മാർത്ഥത അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവരിൽ നിന്നും ആ ഒരു മാറ്റം കാണുകയായിരുന്നു. നിങ്ങളുടെ കരിയറിലുള്ള ഉയർച്ചയെല്ലാം അവർ പിന്നീട് അവരത്രത്തോളം ആഗ്രഹിക്കാത്ത ഒരു ലെവലിലേക്കാണ് പിന്നീട് കാര്യങ്ങളുടെ മറിഞ്ഞു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ കരിയറിലെ ഉയർച്ചകളെല്ലാം അവർ തടയുന്ന രീതിയിലേക്ക് അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ ഇവിടെ പറയുന്നത്. ആ രീതിയിൽ ഉയർന്നു പോയാൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു അവസ്ഥയിൽ അവർ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് പറയുന്നു. അതുപോലെ നിങ്ങളെ നഷ്ടപ്പെട്ടു കൊണ്ടുള്ള ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊരു രീതിയിലൊക്കെ അവർ സംസാരിക്കുമായിരുന്നു. അവർക്ക് അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയെന്ന് പറയുമ്പോൾ, നിങ്ങളെ നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞാൽ അവരെ വേണ്ടാതെ വയ്ക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു. അപ്പോൾ അവരെ വില കുറച്ച് കാണുമോ എന്നൊക്കെയുള്ള തോന്നൽ അവരുടെ മനസ്സിൽ വന്നു തുടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും അവർ സമ്മതിക്കാത്ത ഒരു ലെവലിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, വീണ്ടും നിങ്ങൾക്കൊരു ഉയർച്ച, സ്ഥാനക്കയറ്റം, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർ, അല്ലെങ്കിൽ വേറൊരു നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കരിയറിൽ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി വരികയൊക്കെ ചെയ്യുമ്പോൾ ഇവർ അതിന് തടസ്സം നിൽക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിനെയൊക്കെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ ആ ആഗ്രഹത്തിനൊക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും അവർ സമ്മതിക്കാത്ത ലെവലിനാണ് പിന്നീട് കാര്യങ്ങൾ മാറി തുടങ്ങിയതെന്ന് പറയുന്നു. അവർ കൂടുതൽ സ്വാർത്ഥരായി മാറിയിരുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാവരെയും വേണം എന്നുള്ള ഒരു ചിന്താഗതിയും, എല്ലാവരുമായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആഘോഷങ്ങളിലും, മറ്റു കാര്യങ്ങളെല്ലാം അവർ പങ്കെടുക്കുന്നതിൽ അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളെ മാത്രം അവർ എല്ലാ കാര്യത്തിലും വിലക്കേർപ്പെടുത്തുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുകയായിരുന്നു. ആ തടസ്സം മാത്രമാണ് അവർക്ക് നിങ്ങളിൽ അവർ കാണുന്നത്. നിങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്.
അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യത്തിനും ഒന്നിനും ഉയരാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനു വേണ്ടിയും അവർ സമ്മതിക്കുന്ന ഒരു പ്രവണതയല്ല പിന്നീട് അവരിൽ നിന്നും കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹത്തോടുള്ള അവരുടെ സമീപനം മാറിപ്പോയതായിട്ട് കാണുന്നു. മറ്റ് ബന്ധങ്ങളിലേക്ക് അവർ ചായുന്നു തുടങ്ങിയതുപോലെ അവർക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അവർ നിങ്ങളുടെ അത്രയും ഒന്നും മാനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാത്ത രീതിയിലൊക്കെയാണ് അവരുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ അവർ ചെറിയ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ല ഒരു ഇൻട്രാക്ഷൻ അവർ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് കൂടുതലും നിങ്ങളോടാണെങ്കിലും അവർ മറ്റ് വ്യക്തികളോടും ചെറിയ ഒരു അടുപ്പം വച്ച് പുലർത്തുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിനെയൊക്കെ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ നിങ്ങളെ ചെറിയ രീതിയിൽ അവർ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അറിയാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് ഒരു ടൈം തരാതെയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മാത്രമാണ് നിങ്ങൾ ഓർക്കുന്നതും വിചാരിക്കുന്നതുമൊക്കെ. എല്ലാ കാര്യത്തിനും അവരുടെ സമ്മതം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എല്ലാം അവർ ചേർന്ന് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരെ സംബന്ധിച്ച് അവർ പല രീതിയിലും നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കൺഫ്യൂഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അവർ ഒരു കാര്യവും ഇപ്പോൾ തുറന്ന് പറയാത്തൊരവസ്ഥയാണ്. അവർ ശരിക്കും മാറിയതുപോലെ എല്ലാം മനസ്സിലാക്കി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്താണ് ഇവിടെ നിങ്ങൾ പ്രതികരിക്കേണ്ടതെന്നറിയാതെ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് മാറേണ്ടതെന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്താനാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്താലും അത് ശരിയായിട്ടല്ല അവർ നിങ്ങളെ ചിന്തിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ അത് അവരങ്ങനെയല്ല. അവരുടെ ചിന്താഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും തെറ്റായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഒന്നിനും ഒരു ശരിയും അവർ അംഗീകരിക്കുന്നില്ല, നിങ്ങളവരിടത്തും പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ താല്പര്യം നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് പോലെയൊക്കെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ടല്ല ഇപ്പോൾ അവരുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അവരെ മറ്റൊരു വ്യക്തിയെ പോലെയാണ് ഇപ്പോൾ നിങ്ങളോട് പെരുമാറുന്നത് തന്നെ. ആ ഒരു സ്നേഹമൊന്നും ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. അവർക്ക് അതിനൊന്നും സമയമില്ലാത്തതുപോലെയാണ്. ആ വ്യക്തി എന്തെങ്കിലും മനസ്സിലാക്കി വരട്ടെ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി എന്തെങ്കിലും മനസ്സിലാക്കുമോ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വെല്ലുവിളി നേരിടുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ കാര്യസാധ്യതയ്ക്കാൻ വേണ്ടി മാത്രം അവർ നിങ്ങളടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, പോകുന്നു എന്നല്ലാതെ ഒരു ആത്മാർത്ഥത ഒന്നിനും കാണിക്കുന്നില്ല. ഒരു കാര്യത്തിലും അവരെ തിരുത്താനും നിങ്ങൾക്ക് പറ്റാത്തൊരു വ്യക്തിയായി അവർ മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ അവരെന്ത് കാര്യം ചെയ്യുള്ളൂ. മറ്റൊരാൾ പറയുന്ന കേൾക്കുന്ന ഒരു പ്രകൃതമല്ല അവരുടെ സ്വഭാവം. അപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ഭ്രാന്തൻ എന്നൊക്കെ പറയില്ല, ഒരു ഭ്രാന്തൻ ചിന്താഗതി അതുപോലെയുള്ള ഒരു സവിശേഷത ഉള്ളതുപോലെയൊക്കെയാണ് തോന്നുന്നത്. ചില സമയത്ത് നിങ്ങളെ വേർപിരിഞ്ഞു പോകാൻ അവരൊരു മടിയും കാണിക്കുന്നില്ല. അവരൊരു വല്ലാത്തൊരു പ്രകൃതമാണ് നിങ്ങളോട് കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കാനെന്ന് പറയുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ചെറിയ പണമിടപാട് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും അവർ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളിവിടെ ധീരത കാണിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, നിങ്ങൾ താല്പര്യമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ അത് യെസ് മൂളേണ്ടതില്ല. ശരിയല്ലാത്ത കാര്യം ശരിയാക്കാൻ നിങ്ങൾ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ധൈര്യം കാണിക്കാനാണ് പറയുന്നത്. അവരെന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ നോക്കി നിൽക്കേണ്ട, അതിന് പ്രതികരിക്കാനാണ് പറയുന്നത്. പ്രതികരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാല്യൂ ഉണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവരത് അടിച്ചമർത്തി കളയും നിങ്ങളെ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ എന്ത് കേട്ടാൽ അത് സഹിച്ച് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ വില ഇവിടെ ഇടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ചവിട്ടി തേക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കരിയറുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആരുടെയും അടിമയല്ല ആരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരുന്നതിൻ്റെ സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ എളുപ്പമല്ല വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നിങ്ങൾക്കത് നല്ല രീതിയിൽ വരുമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. എന്തെങ്കിലും ത്യജിച്ചാൽ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കും. അപ്പോൾ പുതിയ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കിനി വരാൻ പോകുന്നത്. ചില മാറ്റങ്ങൾ എളുപ്പമല്ല എങ്കിൽ പോലും നിങ്ങൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇവിടെ യൂണിവേഴ്സ് അങ്ങനെ തന്നെ പറയും. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് മുന്നോട്ട് പോകണമോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നും തന്നെ യൂണിവേഴ്സ് തടയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിയെന്നുള്ളത് ഇവിടെ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ചിലർക്കെങ്കിലും ലജ്ജ തോന്നുന്ന ഒരു പ്രണയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വേദനകൾ നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കേണ്ട സമയമാണ്. നിങ്ങൾ മറ്റൊരാളെയും നോക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു പ്രണയമുണ്ടെന്നും അതിന് ഭാഗ്യം നിങ്ങൾക്ക് വരുന്നുണ്ടെന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ നിങ്ങളാണ് ഏത് കാര്യവും തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യവും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുണ്ടായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള മെഡിസിൻ കഴിക്കാൻ പറയുന്നുണ്ട് ചിലരെങ്കിലും. മറ്റു ചിലർക്ക് കരിയറിൽ ചെറിയ ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ നിങ്ങൾ തിരുത്തി പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ബന്ധത്തിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും വളരെ മോശമായ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ മോശമായിട്ട് അവർ നിങ്ങളോട് പ്രതികരിക്കുന്നു, നിങ്ങളോട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അവരിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷനാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അല്ലാതെ ആരെയും സഹിച്ച് ബുദ്ധിമുട്ടി കൊണ്ടുപോകേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ട്. അത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പുതിയ എൻട്രി വരാനുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ തീരുമാനത്തിനാണ് വിട്ടു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാം ശരിയും തെറ്റും. പക്ഷേ യൂണിവേഴ്സിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ ഗൈഡൻസ് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കി നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തെ തുടർന്ന് പോവുക. അല്ല നിങ്ങൾക്ക് ആ ബന്ധത്തിൽ തുടർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറച്ച ഒരു തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ഉറച്ച തീരുമാനമെടുത്ത് അതിൽ നിന്ന് നിങ്ങൾ മാറാതിരിക്കുക. എന്ത് തീരുമാനമാണെങ്കിൽ നിങ്ങൾ ഉറച്ചതായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു കരിയറും നല്ല ഒരു പുതിയ ബന്ധമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയമൊക്കെ നല്ലപോലെ വരുന്ന സീനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ തന്നെയാണ് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.